ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും UK കലാപം എത്തി നോക്കുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും UK നോർത്തേൺ അയർലൻഡിലാണ് ഇപ്പോൾ ചെറിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ, പത്രങ്ങൾ, ന്യൂസുകൾ വായിക്കുന്ന ഏവരും തന്നെ ഈ ഒരു ന്യൂസ് കാണാതെ ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം നമുക്കറിയാം UK ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു വലിയൊരു കലാപം UK അങ്ങിങ്ങായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് അതിനകത്ത് പല രീതിയിൽ നമുക്കറിയാം ഇവിടെ പലരെയും എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം വീണ്ടും ഒരു കലാപം എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഭയമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവുമോ, ഇനിയും വരുമോ ഇതേപോലുള്ള കലാപങ്ങൾ, ഇതിനകത്ത് ഉണ്ടാകുന്ന മെയിൻ കാരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടിയാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിംഗ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എന്നെ ചെറിയ സ്വാഗതം. അതെ, വലിഞ്ഞു കയറി UK വന്നവർ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, വലിഞ്ഞു കയറി UK വന്നവർ ഒടുവിൽ UK തന്ന അന്നം തിന്ന് എല്ലിനടിയിൽ കുത്തി തുടങ്ങിയപ്പോൾ ചിലർ കാണിക്കുന്ന അഭാസത്തരത്തിൽ മറ്റെല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം എല്ലാവരിലേക്കും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു വലിയ നിരാശയുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റൊമാനിയൻ ആയിട്ടുള്ള 2 ടീനേജ് പയ്യന്മാർ ഒരു നോർത്തേൺ ഐലൻഡിൽ ഒരു പെൺകൊച്ചിനെ റേപ്പ് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത്. മാസങ്ങൾ മുമ്പ് നമുക്കറിയാം ഒരു പയ്യൻ സ്കൂളിൽ കയറി കുറച്ചധികം കുട്ടികളെ കുത്തുകയും കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു കേസിനെ തുടർന്ന് UK മൊത്തം ആളിക്കത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് സമാനമായിട്ട് നമുക്കിത് നോക്കുന്ന സമയത്ത് വളരെ ആശങ്കയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ഓരോ ഇവിടുത്തെ കലാപങ്ങളെയും വീക്ഷിച്ച് കാണും. ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റിന് സകലരെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കലാപങ്ങൾ വരുന്നത്. അതായത് ആൻറ്റി ഇമിഗ്രൻസ് പ്രൊട്ടസ്റ്റുകളാണ് UK അങ്ങിങ്ങായിട്ട് നമ്മൾ കണ്ടത്. ഇന്ന് നോർത്തേൺ അയർലൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ആൻറ്റി ഇമിഗ്രൻസ് പ്രൊട്ടസ്റ്റുകളാണ്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കടൽ മാർഗവും അല്ലാതെ വഴിയും വന്ന് പാർപ്പിച്ചിട്ടുള്ള പാർപ്പിടങ്ങൾ പോലും കത്തിക്കുകയും വാഹനങ്ങളും പോലീസിന് നേരെ പെട്രോൾ ബോംബ് എറിയുകയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ കാണുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. ഇന്ന് നൈറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും ഇന്ന് നൈറ്റ് ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം കുറേയധികം ആളുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കുന്ന നോർത്തേൺ ഈ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ ഭാഗങ്ങളിലില്ല, ചില ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, പുറത്തിറങ്ങാൻ ഭയമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റ് ബോക്സിലടക്കം കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോർത്തേൺ അയർലൻഡിലാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, സേഫ് ആവണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എല്ലാ ഭാഗങ്ങളിലൊന്നും ഈ ഒരു പരിപാടി ഇല്ലെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അത് മാത്രം നമ്മൾ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും പോലും ലീഗലായിട്ട് വരുന്നവർക്കോ അവർ ലീഗലാണോ ഇല്ലീഗലാണോ എന്നറിയില്ല. കാണുമ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരേപോലെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളെ പിടിച്ച് അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കലാപകാലത്ത്. ഇത് ഒതുക്കി തീർക്കും ഗവൺമെൻറ്, തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യും, അത് നിർത്തലാക്കും, ഇല്ലെങ്കിൽ അതിനെ തടയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ജീവിക്കാൻ അവൻ്റെ സ്വന്തം രാജ്യം വിട്ട് മറുരാജ്യത്തേക്ക് കയറി തന്ന് അവർ തന്ന ഭക്ഷണവും കഴിച്ച് അവരുടെ ഉപ്പും ചോറും തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തുമ്പോൾ ചില ആളുകളുടെ കന്നന്തിരിവ് കാരണം ഈ നാടിങ്ങനെ കിടന്ന് കത്തുന്നത്. ഇനി നമ്മൾ ചോദ്യം ഇതാണ്, ഇനിയും ഇത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. യെസ്, കുറേ വർഷങ്ങൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ റെയർ ആയിരുന്നു. ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ UK ഇതേപോലുള്ള പ്രൊട്ടസ്റ്റുകളും കലാപങ്ങളും കാര്യങ്ങളെല്ലാം വളരെ റെയർ ആയിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെ ആളിക്കത്തുകയാണ്. സോഷ്യൽ മീഡിയാസിലൂടെയും അവർക്ക് സപ്പോർട്ടേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇമിഗ്രൻസ് ഇങ്ങോട്ട് വരുന്ന ചിലരെങ്കിലും കാണിക്കുന്ന ഈ കഴപ്പ് കാരണം തീർച്ചയായിട്ടും അത് മറ്റു പലരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റു പലരെയും അത് ഇത് താല്പര്യമില്ലാത്തത് നമുക്ക് പലരും നമ്മൾ പറയുമ്പോൾ ഇവിടെ UK പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കണമെന്നുള്ളത്. എന്നാൽ അതൊന്നും തയ്യാറാവാറില്ല. നിങ്ങൾ നോക്കിയാൽ മതി, പലരും സ്ട്രീറ്റിൽ കയറിയിരുന്ന് കച്ചറ വലിച്ചെറിയുന്നു, അവിടെ ഇട്ട് കുക്ക് ചെയ്യുന്നു. അതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. അതായത് ലണ്ടൻ ട്യൂബിനകത്ത് കയറിയിരുന്ന് ഒരു പെൺകുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അതൊക്കെ വൈറലായിപ്പോയി.
അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറകളുമായിട്ട് പലരും നടക്കുന്നുണ്ട്. അതൊക്കെ വൈറലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളുടെ മനോഭാവം, മനസ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കുറച്ചധികം വർഷങ്ങൾ മുമ്പ് UK-യിലൊരു കലാപം എന്ന് പറയുമ്പോൾ അത് ഇല്ലായിരുന്നു, നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു. വളരെ റയറായിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ രീതികൾ മാറി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എക്സ്പോഷറും ഇപ്പോൾ തരുന്ന ഒരു ഫീലൊക്കെ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ടും ഇവിടെ കത്തിച്ച് നശിപ്പിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത്രത്തോളം ആക്രോശത്തോടെയാണ് ഈ പറഞ്ഞ നമുക്കറിയാം റൈറ്റ് വിങ്ങുകൾ നമുക്ക് ഇവിടെ നടക്കുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം കൊണ്ടുവരുന്നത്. അതിനിപ്പോൾ ഫാർ റൈറ്റ് ആണോ, റൈറ്റ് വിങ് ആണോ, ഇനി മറ്റേതെങ്കിലും ലെഫ്റ്റ് ആണോ, അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ പൊതുവേ ആണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വോയിസ് റേസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളികളെ തന്നെ ഞാൻ പറയാം, ഇവിടെ വന്ന മലയാളികൾ നമുക്കറിയാം ഇവിടെയുള്ള ചാറ്റിംഗ് ആപ്പുകളിലൂടെ അവർ ഇടുന്ന ട്രാപ്പിൽ, അതായത് 10ഉം 14ഉം വയസ്സുള്ള പെൺകുച്ചുകളുമായിട്ട് സംസാരിച്ച് അവരിടുന്ന ട്രാപ്പാണെങ്കിൽ പോലും അത് കൊത്തി നിങ്ങളെ പിടിച്ച് അതെടുത്ത് വൈറലാക്കുന്ന സമയത്ത് സകല സമൂഹത്തിലുള്ള ആളുകൾക്കും, ഇന്ത്യക്കാർക്ക്, ഏഷ്യൻസിന്, മലയാളികൾക്ക് ഉൾപ്പെടെ അത് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊക്കെയാണ് ഇവർ എന്താ പറയുക പരസ്യം കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിലേക്ക് ആൾക്കാരെ ചേർക്കാനുള്ള ഒരു വലിയൊരു മാർഗം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റി, ഇപ്പോൾ അപ്പുറത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റി, അത് ശക്തി പ്രാപിക്കുന്നതിൽ നമ്മൾക്കും പങ്കുണ്ട്. അതായത് ഇവിടുത്തെ ഒരു വ്യവസ്ഥയ്ക്ക് അനുസരിക്കാതെ ജീവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം ഒരു എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളി വന്ന് പണിക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവനൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കയറി ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉടുക്കുന്ന രീതികൾ ഡിഫറൻ്റാണ്. പക്ഷെ അവരെടുക്കുന്നതും രീതി ചിലർക്ക് അത് താല്പര്യപ്പെടാറില്ല. ചിലർക്ക് പല രീതിയിൽ അവരുടെ ജോലി കൊണ്ടോ കളർ കൊണ്ടോ ഇനി പലതുകൊണ്ടും താല്പര്യപ്പെടാറില്ല. അതേപോലെ തന്നെ ഇവിടെയും ചിലർക്ക് അത് താല്പര്യപ്പെടാറില്ല. പിന്നെ കൂടുതലും നമ്മളിവിടെ കയറി വന്നിട്ട് നമ്മൾ ഭരിക്കാൻ നോക്കുമ്പോൾ, അവരെ അടക്കം കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർക്ക് പൊട്ടൂലേ, അത് പൊട്ടും. അതാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫാർ റൈറ്റ്സ് ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക റിഫോം പാർട്ടിയൊക്കെ ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ലേബർ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് റിഫോം പാർട്ടിക്ക് ആൾക്കാർ ചേക്കേറുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പോലുള്ളവരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇതേപോലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ലീഗലായിട്ട് കയറി വന്നവരെയാണ് അപ്പോഴും ഇവർ പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നത്. ഇവിടെ PR ഉയർത്തുന്നു, 5 years 10 yearsലേക്ക് ആക്കുന്നു, സ്കിൽഡ് ത്രഷോൾഡുകൾ ഉയർത്തുന്നു, സാലറി ത്രഷോൾഡ് ഉയർത്തുന്നു. അതേപോലെ തന്നെ മറ്റ് നിയമങ്ങളും സ്റ്റുഡൻറ്റ് വിസയിലടക്കം കടുപ്പിക്കുന്നത് എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട്. വല്ലവനും ചെയ്യും, അടി കൊള്ളുന്നത് നമുക്ക് എന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൈഗ്രൻസ് കയറി വന്നിട്ട് കുറേ ക്രിമിനൽസാണ് കയറി വരുന്നത്, നോ ഡൗട്ട്. ഇപ്പോൾ റൊമാനിയൻസ് എന്നും പറഞ്ഞില്ലേ, റൊമാനിയൻസിൽ ഈ 2 ടീനേജ് പയ്യന്മാർ. അപ്പോൾ റൊമാനിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ടീനേജ് പയ്യന്മാർ. ഈ ടീനേജ് പയ്യന്മാർ നമുക്കറിയാം അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് മറ്റന്ന് കൊലപാതകം, ആ ഒരുത്തൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സകല ഇമിഗ്രൻസിനെതിരെയായിരുന്നു ആളുകൾ യുദ്ധമായിട്ട് പുറത്ത് വന്നത്, അല്ലേ? എന്തൊക്കെയായിരുന്നു? കത്തിക്കുന്നു, വീട് കത്തിക്കുന്നു, ഇടിച്ചു പൊളിക്കുന്നു, തകർക്കുന്നു. അവർക്ക് അവരുടെ ശക്തി പ്രകടിപ്പിക്കാനും ശക്തി വളർത്താനും ഇത് നാളെ കാണുമ്പോൾ, ഇത് നാളെ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി അവരുടെ കൂടെ നിൽക്കും. നോ ഓപ്ഷൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്കെതിരെ കയറി നമ്മളെ ഭരിക്കാൻ നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചൊതുക്കി അവർ കയറി വരാൻ നോക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ നമ്മുടെ വീട്ടിലൊരു നാട്ടിലൊക്കെ വന്നിട്ടൊരു ബംഗാളി ഇതേപോലെ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനക്കാരനോ, നമ്മൾ കാണുന്നുണ്ട് ഒരു സംസ്ഥാനക്കാരൻ ചെയ്താൽ മതി, അവനൊക്കെ വന്ന് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലില്ലേ, ആ ഫീൽ തന്നെയാണ് ഇവർക്ക്. ഒന്നും പറയാനില്ല അതിനകത്ത്. പക്ഷേ ഈ കാണിച്ച കഞ്ഞന്തിരിവ് കാരണം ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണ്. ഇപ്പോൾ അത് അടിച്ചു നിർത്തലാക്കും, ഇല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഇത് ആവർത്തിക്കും. കാരണം ഇവിടെ വന്നിട്ടുള്ള കുറേ ക്രിമിനൽസ് ഉണ്ട്. ആ ക്രിമിനൽസാണ് ഇതിനകത്തൊക്കെ ഉത്തരവാദി. അവന്മാർ കാണിക്കും, നമ്മൾ ഏറ്റുവാങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് അടിക്കുക. ഇപ്പോൾ ഒരു പെറ്റീഷൻ ഞാൻ കണ്ടു. ഈ ഒരു പെറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അസൈലം സീക്കേഴ്സിന് ഇവിടെ ഈ കൊടുക്കുന്ന, അതായത് നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് അവരെ ഫീഡ് ചെയ്യുന്നതും അവർക്ക് ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നതും നിർത്തലാക്കാൻ വേണ്ടിയുള്ളൊരു പെറ്റീഷനാണ്. തീർച്ചയായിട്ടും ഈ പെറ്റീഷൻ ഇപ്പോൾ തന്നെ 3 ലക്ഷത്തിന് മേലെ ആളുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ട് സൈൻ ചെയ്തു? ഇത് സൈൻ ചെയ്യാൻ കാരണം തന്നെ നമ്മളോടുള്ള വെറുപ്പ്, നമ്മളോടല്ല, ഈ വലിഞ്ഞു കയറി ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളവരുടെ വെറുപ്പ്.
പിന്നെ പലരും പറയുന്നുണ്ട് റൊമാനിയൻസ് അങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരൊന്നുമല്ല, അവർ ഷെങ്കൻ കൺട്രിയിലുള്ളവരാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഷെങ്കൻ കൺട്രിയിൽ വന്ന ആളുകൾ ഇവിടെ എത്തി എന്നാണ് ഇവർ പറയുന്നത്. ചില മലയാളികൾ പറയുന്ന കേട്ടോ. ഇനിയിപ്പോൾ അവിടേക്ക് വല്ല വർക്ക് വിസയിലോ വിസിറ്റ് വിസയിലോ എന്തെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാം, റൊമാനിയൻസ് ഇന്നലെ കയറി വന്നാണ് ഷെങ്കൻ കൺട്രിയിൽ, ഒന്നാമത്തെ കാര്യം. 2, UK ബ്രെക്സിറ്റ് വന്ന് യൂറോപ്യൻസിനെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നിയമങ്ങൾ മാറ്റി നിങ്ങൾ ഷെങ്കൻ സോണിൽ നമ്മളില്ല, യൂറോപ്യൻ സോണിൽ നമ്മൾ ഉണ്ടെങ്കിലും അതിൻ്റെ യൂറോപ്പിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത് ചില വീണ്ടും ബന്ധങ്ങൾ പുതുക്കി. പക്ഷേ ഒരിക്കലും പഴയ പോലെ ആ വിസ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന പരിപാടിയില്ലേ, അതില്ല, അത് നിർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊമാനിയൻസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ യെസ്, അത് ഇല്ലീഗൽസ് ആണ് അവർ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറി വരുന്നുണ്ട്. ആ കയറി വന്നിട്ടുള്ളവർ കാണിക്കുന്നത്, അപ്പോൾ കുറേ വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഈ ബോട്ടിലൂടെ കയറി വന്ന് അതൊക്കെ റീലെടുത്ത് പ്രചരിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കാണാനായിട്ട് ഇടയാവുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തടസ്സം നിർത്തലാക്കണം, അത് പിടിച്ച് പുറത്താക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്, ഇല്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്നൊക്കെ ഒരുവിധപ്പെട്ടവരുടെ എല്ലാവരും നിലപാട്. ഈ പറഞ്ഞ ഈ ഫാർ റൈറ്റ് വിങ്ങിൻ്റെയും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ റിഫോം പാർട്ടിയുടെയൊക്കെ നിലപാട് അത് തന്നെയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ നിലപാടാകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് മാത്രമാണ്. സോ ഈ ഒരു കാര്യം ഇനിയും തുടരും, ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, നമ്മളത് എഫക്റ്റ് ചെയ്യും. സോ തീർച്ചയായിട്ടും നമ്മളെന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. കാണാൻ ബൈ.